ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളെ പഞ്ചായത്തിലൊരു പായസം ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പായസം റെഡിയാക്കാൻ നമ്മൾ പോവുകയാണ്. അപ്പോൾ വേറൊന്നുമല്ല, അടിപൊളി മുരിങ്ങയില പായസം കേട്ടോ. മുരിങ്ങയില മാത്രമല്ല, അവിലും പഴം ഒക്കെ ചേർത്തിട്ടൊരു വെറൈറ്റി പായസം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോയത് കേട്ടോ. പിന്നെ അതിന് നമ്മൾക്ക് നല്ല പ്രോത്സാഹന സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റും സെക്കൻഡും തേർഡൊന്നും കിട്ടിയില്ലെങ്കിലും പ്രോത്സാഹനമായിട്ടൊരു സമ്മാനമൊക്കെ കിട്ടാറുമ്പോൾ നമുക്കതൊരു പൊലി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എങ്ങനെ ഇപ്പോൾ നമ്മളെ മുരിങ്ങയില പായസം ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ ഉരുളിപ്പാത്രം, ഉരുളി അങ്ങനെയൊക്കെ പറയില്ലേ ഈ പാത്രത്തിന്, പറയുന്നത് കേട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എന്ത് പാത്രമായാലും അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നമ്മൾ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പായസത്തേക്ക് വേണ്ട ഐറ്റംസാണ് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് അല്ലേ. അതില്ലെങ്കിൽ പായസം എന്തല്ലേ. അങ്ങനെ വറവൊക്കെ ഇട്ടെടുത്തേക്കണം കേട്ടോ. 3 ഐറ്റംസും ഞാൻ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് അവിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ആ നെയ്യിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കുറച്ചുള്ളൂ. അപ്പോൾ നമ്മൾ മത്സരത്തിന് പോകുമല്ലേ, അപ്പോൾ അത് ഒരുപാടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ച് മതിയല്ലോ. അങ്ങനെ അതും കൂടി റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുരിങ്ങയില ഒരുപാടൊന്നും ഇടണമെന്നില്ല, കുറച്ച് മതി കേട്ടോ. ഞാൻ ആ ബോളിൽ എടുത്തിട്ടുണ്ട്, അപ്പോൾ അത്രയും മതി. പിന്നെ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഇടാൻ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാവരും വിചാരിക്കും പച്ചച്ചോയ ഉണ്ടാവുമോ എന്നല്ലേ, പക്ഷേ ആ ഇലയൊക്കെ ഒന്ന് നെയ്യിൽ റോസ്റ്റായി വന്നപ്പോൾ ഒരു മണം, അതിൻ്റെ ഒരു പച്ചച്ചോയ മുരിങ്ങേൻ്റെ ചേർത്തത് ഒന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ശർക്കര അവിടെ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ശർക്കര പാനിയിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്, അതായത് വെള്ളമോ തേങ്ങാപ്പാലിലൊന്നും അല്ല. തേങ്ങാപ്പാൽ വേണം, അവസാന ഘട്ടത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് പഴവും നമ്മളെ മുരിങ്ങയിലയും അതുപോലെ തന്നെ അവിലൊക്കെ വെന്ത് നല്ല സെറ്റായി വരട്ടെ കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒരു കുറച്ച് സമയമൊക്കെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ പഴവും അവിലും പിന്നെ മുരിങ്ങയിലയും ഒക്കെ അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കളർ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ, കളറിലൊന്നും അല്ലല്ലോ കാര്യമല്ലേ, ടേസ്റ്റ് ഉണ്ടോയെന്ന് ആലോചിച്ചാൽ പോരെ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി ആയിട്ട് ഇട്ട് കൊടുക്കാം. ഏലക്കായ ഒരു 2-3 ഏലക്കായ 4 ഇട്ട് എടുത്തേക്കണം കേട്ടോ. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ ഫെസ്റ്റ് അല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസമായി. ഇന്നാണ് വീഡിയോ ഇടാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അതൊക്കെ വെന്തതിന് ശേഷം പിന്നെയും ഞാൻ കുറച്ചും കൂടി നെയ്യ് കൊണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയ ബോട്ടിൽ നെയ്യാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സംഭവം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി സെറ്റാക്കി എടുത്തതിന് ശേഷം കുറച്ച് പാല് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി നല്ല കട്ടി പാല് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് നമുക്കിത് ഇറക്കിയിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റായ ശേഷം അത് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു പ്രാവശ്യം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരിപ്പായസം ഇതിനൊക്കെ ബെസ്റ്റ് തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെതായ രസം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതെന്തായാലും അവൽ പായസത്തിൽക്കും അത് തന്നെയാണ് കേട്ടോ രസം. പാലൊഴിക്കണേലേറെ നല്ലത് തേങ്ങാപ്പാൽ. പക്ഷേ തേങ്ങാപ്പാൽ എടുത്ത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഞാനെന്തായാലും മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചിട്ട് ഒരു മുണ്ടെടുത്ത് പിഴിഞ്ഞ് അങ്ങനെയാണ് കേട്ടോ ഞാൻ പാലെടുത്തത്. അല്ലാതെ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് അത്ര പാലൊന്നും കിട്ടൂല കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വറുത്ത സംഭവങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. നമുക്ക് പഞ്ചായത്തിൽ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയില്ല എന്ന് വേണ്ട, അപ്പോൾ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും പായസം നല്ല അടിപൊളി പായസം തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ പായസമൊക്കെ ഞങ്ങൾ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മൾ 3 ഫ്രണ്ട്സുകളും നമ്മളൊപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലവിടെ എത്തിയപ്പോൾ എല്ലാവരും വന്നിക്കണം കേട്ടോ. ഓരോരുത്തർ അടിപൊളി വെറൈറ്റി പായസങ്ങളൊക്കെ കൊടുന്നിക്കണം. ഒരു പെരയിൽ തന്നെ ഉണ്ട് കേട്ടോ. 10 വീതം പായസം ഉണ്ടാക്കി കൊടുന്നവരും ഉണ്ട്, പിന്നെ 1 വീതം ഉണ്ടാക്കി കൊടുന്നവരും ഉണ്ട്. അങ്ങനെ
ഫസ്റ്റും സെക്കൻഡും തേർഡും ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും പ്രോത്സാഹന സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമ്മാനത്തിലൊന്നും അല്ലല്ലോ അല്ലേ കാര്യം, പങ്കെടുത്തു എന്നുള്ളൊരു ഇതന്നെയല്ലേ വലിയ കാര്യം. നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ നാട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ കുടുംബശ്രീപരമായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ അതിനൊക്കെ പോയി പങ്കെടുക്കുക. അപ്പോൾ ഈ ഒരു പായസത്തിനാണ് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഒരു ചേച്ചിയുടെ ഇതൊരു 12 ഐറ്റം ധാന്യങ്ങൾ വെച്ചിട്ടുള്ളൊരു പായസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. പിന്നെ അതാ പലതരം പായസങ്ങളുണ്ടായിരുന്നു. അരിപ്പായസം, റാഗിപ്പായസം, ഗോതമ്പ് അട, ക്യാരറ്റ്, ഇത് ക്യാരറ്റും റാഗിയും കൂടെ വെച്ച പായസമാണ്. അത് നമ്മളെ ഫ്രണ്ടിൻ്റെ പായസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും ടെസ്റ്റ് ചെയ്യാണ് കേട്ടോ. ടേസ്റ്റ് നോക്കി പിന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാവരും അനൗൺസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ സമ്മാനം ഉണ്ട്. സമ്മാനം കിട്ടിയ ദിവസം വേറൊരു ദിവസമായിരുന്നു കേട്ടോ, അന്ന് തന്നെ അല്ല. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ സെക്രട്ടറി പ്രസിഡൻറ്റിന് ഒരു യോഗം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പൊതുയോഗം ഉണ്ടാവുമല്ലോ പഞ്ചായത്തിലെ കുടുംബശ്രീന്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഞങ്ങൾ പായസ ഫെസ്റ്റിന് പങ്കെടുത്തവർക്കൊക്കെ ഉള്ളൊരു സമ്മാനദാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്തായാലും പോയിട്ടില്ല കേട്ടോ. സമ്മാനം വാങ്ങാനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ കുടുംബശ്രീയിലെ പ്രസിഡൻ്റ് ആയിരുന്നു കേട്ടോ വാങ്ങിക്കൊടുന്നത്. അപ്പോൾ ഞാൻ അവരെ ഏൽപ്പിച്ചൊക്കെയായിരുന്നു. നമുക്ക് പോകാൻ പറ്റാത്തൊരു സമയമായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം കേട്ടോ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നല്ല വെയിലും മഴയും കേട്ടോ. പണ്ടൊക്കെ വെയിലും മഴയെന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ കല്യാണം എന്ന് പറയില്ലേ, അങ്ങനെ കുറേ പൊട്ടത്തരങ്ങൾ കേട്ട സത്യമാണ് വിശ്വസിച്ചവരായിരുന്നില്ലേ നമ്മളൊക്കെ. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് അപ്പോൾ 4 മണി സ്കൂൾ വിടാൻ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചായക്ക് കടി തട്ടിക്കൂട്ടാന്ന് വെച്ചിട്ട് വന്നതാട്ടോ. അങ്ങനെ ഇതാ കുറച്ച് ഉള്ളിവടക്ക് നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചായയൊക്കെ ഒന്ന് വെക്കട്ടെ. അപ്പോഴേ മക്കൾ വരുമ്പോഴത്തേനത് ഒന്ന് ചെറുതായിട്ട് ചൂട് ആറി ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ രാവിലത്തെയാണ് കേട്ടോ. കുറച്ച് അപ്പം, മീൻ പൊരിച്ചതോ മീൻ കറിയൊക്കെ ആയിരുന്നു ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്കുള്ളത് കേട്ടോ. അങ്ങനെ ഉള്ളിവടൻ്റെ അത് കണ്ടില്ലേ, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്തായാലും അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ അതാ നമ്മളെ എണ്ണയൊക്കെ നല്ലോണം സെറ്റായിട്ട് ചൂടായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ചെറിയതായിട്ടല്ല, നമ്മൾ ഹോട്ടൽ തട്ടുകട സ്റ്റൈലിലൊക്കെ കിട്ടുന്ന ഉള്ളിവട ആ പരുവത്തിലാണ് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ മോന് ചെറുതാക്കി നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് പറയും ഇത് ഉള്ളിവട അല്ല, ഇത് പൊക്കവടയാണ് കറി കേട്ടോ. അപ്പോൾ ഉള്ളിവട എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ വട വലുപ്പത്തിൽ വേണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ ചായയും അവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നു. ഉള്ളിവടയും ഇതങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല കട്ടൻ ചായയും നല്ല ഉള്ളിവടയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു രസം തന്നെയാണ് അല്ലേ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇത് ഇത്രയും വലുപ്പത്തിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അതാ ചായയൊക്കെ തിളച്ച് ഇനിയിപ്പോൾ മധുരമൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. ഉള്ളിവടയും കുറേശ്ശെ ഇങ്ങനെ ചുട്ട് ഓരോന്ന് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ചെറിയ ചീനച്ചട്ടി വെച്ചത് കാരണം ഓരോന്നായിട്ട് അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിവടയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിലും നമ്മളെ തട്ടുകളിലൊക്കെ കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെ തട്ടിക്കൂട്ടി ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വേണമെന്ന് വെച്ചിട്ട് എല്ലാ സംഭവങ്ങളും ഇട്ട് റെഡിയാക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഉപ്പുണ്ടാവില്ല, ചിലപ്പോൾ ഉള്ളിവടൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഉള്ളിവട, തട്ടിക്കൂട്ടി ഉള്ളിവട. ഞാനിപ്പോൾ ഇതിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ കടലപ്പൊടിയും മൈദപ്പൊടിയും ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇതിന് മോൻ വന്നവന് ചായ എടുത്തപ്പോൾ അവന് സ്ഥിരം തൊഴിലാട്ടോ. ചായ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അവന് ബാത്റൂം പോകണം. അപ്പോൾ ചായയൊക്കെ അവിടെ വെച്ചിട്ട് വണ്ടിയിട്ടുണ്ട് കേട്ടോ ബാത്റൂമൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഇതാ കഴിച്ച് വേഗം വന്നോളി. അപ്പോൾ കഴിക്കാം എല്ലാവർക്കും ചായയും ഉള്ളിവടയും കേട്ടോ. അപ്പോൾ നമ്മളിതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പ്രസിഡൻറ്റിനെ കാണാൻ പോകുക കേട്ടോ. കുടുംബശ്രീ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അത് വാങ്ങണം. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, അതിനൊക്കെ പോയി. അങ്ങനെ ഇതാ കുടുംബശ്രീൻ്റെ അവിടെ പോയി നമുക്ക് കിട്ടിയ സമ്മാനമൊക്കെ ഇതായിട്ട് അവർ തന്ന് വാങ്ങി പോന്ന് നേരെ നമ്മളെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ പണിക്കാർ ഉണ്ടായപ്പോൾ ഞാൻ വന്നിട്ടില്ല കേട്ടോ, കുറേ ദിവസമായി. അപ്പോൾ ഒരു തട്ടും മുട്ടൊക്കെ എടുത്ത് സെറ്റാക്കിയിരിക്കണ്. നമ്മളെ വാർപ്പ് കഴിഞ്ഞതിൻ്റെ മുട്ടും പലകയും ഒക്കെ ഇതാട്ടോ എടുത്ത് റെഡിയാക്കിയിരിക്കണം. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇനിയിപ്പോൾ വയറിങ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കൊക്കെ വേണ്ടിട്ട് കുറേ ആണിയും പലകയൊക്കെ ആയിട്ട് താഴത്തെ കൂടെയാണ്. അപ്പോൾ ഞങ്ങളോട് മേലേക്ക് കയറണ്ട പറഞ്ഞിട്ട് കാക്ക അവിടെ നിന്ന് താഴത്തുനിന്ന് വെച്ചുണ്ടാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ വാർപ്പിൻ്റെ ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വാർപ്പ് പരിപാടികൾ ഇതോടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ തേപ്പും കാര്യങ്ങളും പല പണികളുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാ മേലേക്ക് വന്നപ്പോൾ നമ്മളെ പേരൊക്കെ ഇതാട്ടോ ഇത്രയും വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ന് വരികയാണെങ്കിലും ആദ്യം വണ്ടി വന്ന് നോക്കാവട്ടത്. എനിക്ക് ചെടികൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെക്കാനുള്ള സൗകര്യം അങ്ങോട്ട് റെഡിയായി കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാതും ഒന്ന് റെഡിയായി കിട്ടിയിട്ട് വേണം നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഇറക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് ചെടികളൊക്കെ ഇങ്ങനെ ഇറക്കണം തന്നെ കേട്ടോ.
അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ.